നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിങ്ങം രാശിക്കാരെ, ഈ ആഴ്ച നിങ്ങളോട് വാരഫലം പറയുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാം. കഴിഞ്ഞ കുറച്ച് നാളായി മനസ്സിൽ ഒരു ആഗ്രഹം വെച്ചിട്ട് ഇത് എപ്പോഴാണ് നടക്കുക എന്ന് ചിന്തിക്കുന്ന ചിങ്ങം രാശിക്കാർ ഉണ്ടാകും. പ്രത്യേകിച്ച് ജോലി, പണം, കുടുംബം അല്ലെങ്കിൽ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യം. ഈ ആഴ്ച അതിൽ ഒരു നീക്കം കാണുന്നുണ്ട്. പക്ഷേ എല്ലാം പെട്ടെന്ന് സംഭവിക്കും എന്ന് നിങ്ങൾ കരുതരുത്. ഒരു കാര്യം ആദ്യം ചെറിയ സൂചനയായി വരാം. ആ സൂചന നിങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രം. ചിങ്ങം രാശിക്കാരുടെ കാര്യത്തിൽ ഈ ആഴ്ച ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തീരുമാനങ്ങളാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും. പക്ഷേ ചില സമയത്ത് ആ ആത്മവിശ്വാസം തന്നെ ഒരു പിടിവാശിയായി മാറാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങളോട് അടുപ്പമുള്ള ഒരാൾ ഒരു ഉപദേശം നിങ്ങൾക്ക് തരാം. ആദ്യം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ പിന്നീട് ചിന്തിക്കുമ്പോൾ അത് ശരിയായിരുന്നു എന്ന് തോന്നാനും ഈ വാരം സാധ്യത കാണുന്നു. ഇനി നമുക്ക് വിശദ ഫലത്തിലേക്ക് നോക്കാം. ജോലിയുടെ കാര്യത്തിൽ ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച മോശമായ അല്ല. കുറച്ചു കാലമായി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു മാറ്റം പതുക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ജോലി മാറാൻ ശ്രമിക്കുന്നവർക്ക് പുതിയൊരു വിവരം ഈ വാരം ലഭിക്കാം. ഇൻ്റർവ്യൂ, ഫോൺ കോൾ, മെസ്സേജ്, ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഒരു അവസരം ഈ വാരം നിങ്ങളുടെ മുന്നിൽ വരാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാം. ആദ്യമായി കിട്ടുന്ന അവസരം കണ്ട ഉടനെ നിങ്ങൾ എടുത്തുചാടി തീരുമാനം എടുക്കരുത്. ശമ്പളം മാത്രമല്ല, ജോലി സ്ഥിരതയും ഭാവിയിലെ വളർച്ചയും കൂടി നോക്കി മാത്രം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ജോലി ഉള്ളവർക്ക് ഉത്തരവാദിത്വം കൂടും. ചിലർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറച്ച് സമ്മർദ്ദം ഉണ്ടാകാം. എന്നാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ ഈ വാരം അംഗീകാരം കിട്ടാനുള്ള സാധ്യതയും കാണുന്നു. പ്രത്യേകിച്ച് ഇതുവരെ നിങ്ങളുടെ കഴിവ് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ ഈ ആഴ്ച അതിന് മാറ്റം കാണുന്നു. ബിസിനസ് ചെയ്യുന്ന ചിങ്ങം രാശിക്കാർ ശ്രദ്ധിക്കുക. പഴയൊരു ബന്ധം നിങ്ങൾക്ക് വീണ്ടും ഉപകാരപ്പെടുന്ന സമയമാണ്. മുമ്പ് സംസാരിച്ചിട്ടും നടക്കാതെ പോയ ഒരു ബിസിനസ് കാര്യം ഈ വാരം വീണ്ടും വരാം. പക്ഷേ പണം മുടക്കുന്ന കാര്യത്തിൽ കണ്ണടച്ച് വിശ്വസിക്കരുത്. രേഖകൾ നോക്കി വാക്ക് മാത്രം വിശ്വസിച്ച് സാമ്പത്തിക തീരുമാനം എടുക്കാതിരിക്കുക. ഇനി നമ്മൾ സാമ്പത്തിക കാര്യം നോക്കാം. പണം വരും, പക്ഷേ അതുപോലെ തന്നെ ചെലവും ഈ വാരം നിങ്ങൾക്കുണ്ടാകാം. പ്രത്യേകിച്ച് വീട്ടിലെ ആവശ്യങ്ങൾക്കോ യാത്രയ്ക്കോ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഈ വാരം പണം ചെലവാകാം. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരാളിൽ നിന്ന് പണം കിട്ടാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഈ വാരം നിങ്ങൾക്ക് ലഭിക്കാം. മുഴുവൻ തുകയും ഒരുമിച്ച് കിട്ടണം എന്നില്ല. പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സൂചന ഈ വാരം കാണുന്നു. ചിങ്ങം രാശിക്കാരിൽ ചിലർക്ക് ഈ ആഴ്ച ഒരു പഴയ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം കാണാൻ വഴിയൊരുങ്ങും. അത് ചെറിയ തുകയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് വലിയ ആശ്വാസം നൽകും. കുടുംബകാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. വീട്ടിലെ ഒരാളുടെ സംസാരമോ പെരുമാറ്റമോ നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം. ഉടൻ മറുപടി പറയാൻ തോന്നും. പക്ഷേ ഞാൻ പറയുന്നത് ആ നിമിഷം നിങ്ങൾ മൗനം പാലിക്കേണ്ടതാണ്. കാരണം ചെറിയൊരു വാക്ക് വലിയ ഒരു പ്രശ്നമായി മാറാൻ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഉള്ളവർ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടാകാം. അത് തുറന്നു പറയാതെ മറച്ചു വച്ചേക്കാം. പ്രണയബന്ധത്തിലുള്ളവർക്ക് പഴയൊരു തെറ്റിദ്ധാരണ മാറാൻ സാധ്യത കാണുന്നു. കുറച്ചു കാലമായി സംസാരിക്കാത്തവർ വീണ്ടും
സംസാരിക്കാൻ തുടങ്ങുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചന ഈ വാരം വരാം. എന്നാൽ കുടുംബങ്ങൾ തമ്മിൽ സംസാരത്തിൽ ചെറിയൊരു താമസമുണ്ടാകാം. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ നിരാശപ്പെടേണ്ടതില്ല. ചിങ്ങൻ രാശിയിലെ നക്ഷത്രങ്ങൾ നോക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഒരു പഴയ വിഷയം വീണ്ടും മുന്നിലേക്ക് വരാം. നിങ്ങൾ അത് ഒഴിവാക്കാൻ ശ്രമിച്ചാലും വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായി വരും. പക്ഷേ ഇത്തവണ അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായി ചെറിയൊരു നേട്ടവും മകം നക്ഷത്രക്കാർക്ക് ഈ വാരം കാണുന്നു. പൂരം നക്ഷത്രക്കാർക്ക് ബന്ധങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ആരെങ്കിലും പറയുന്ന ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാർത്ത ഈ വാരം കേൾക്കേണ്ടി വന്നാലും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രതികരിക്കുക. ജോലി അന്വേഷിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഒരു പുതിയ വാതിൽ തുറക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. ഉത്രം നക്ഷത്രത്തിൽ ചിങ്ങം ഭാഗത്ത് ജനിച്ചവർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ അനുകൂലമാണ്. കാത്തിരുന്ന മറുപടി ഈ വാരം നിങ്ങൾക്ക് ലഭിക്കാം. ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിന്നിരുന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കും. ഇനി വലിയ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ഭയപ്പെടേണ്ട കാര്യമൊന്നും ഈ വാരം കാണുന്നില്ല. ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ക്ഷീണം എന്നിവ ഈ വാരം ചിങ്ങൻ രാശിക്കാർ അവഗണിക്കരുത്. ശരീരത്തിന് വിശ്രമം കൊടുക്കണം. ചിങ്ങൻ രാശിക്കാരിൽ ചിലർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുന്നതായി കാണുന്നു. പുറത്തേക്കൊന്നും കാണിക്കാതെ ഉള്ളിൽ ടെൻഷൻ എടുക്കുന്നവരാണ് നിങ്ങളിൽ ചിലർ. ഈ ആഴ്ച അതിന് ഒരു മാറ്റം കാണാം. മനസ്സ് ശാന്തമായാൽ മാത്രം ശരിയായ തീരുമാനമെടുക്കാൻ കഴിയൂ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യത്തിലേക്ക് തന്നെ വരാം. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യത്തിൽ ഈ ആഴ്ച ഒരു സൂചന നിങ്ങൾക്ക് ലഭിക്കും. അത് ഒരു ഫോൺ കോളായിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം, ഒരാളുടെ സംസാരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്ന് വരുന്ന ഒരു അവസരമായിരിക്കാം. അതുകൊണ്ട് ഈ ആഴ്ച ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ ഇത് ഒന്നുമല്ല എന്ന് കരുതി തള്ളിക്കളയരുത്. ചെറിയൊരു വാതിൽ തുറക്കുന്നതായിരിക്കും അത്. ചിങ്ങൻ രാശിക്കാരെ, ഈ ആഴ്ച നിങ്ങളുടെ ഭാഗ്യം പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സമയമല്ല. പക്ഷേ ഭാഗ്യം വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും കഴിയുന്നവർ ഞായറാഴ്ച രാവിലെ സൂര്യദേവനെ പ്രാർത്ഥിച്ച് ദിനം തുടങ്ങുക. കഴിയുന്നവർ സൂര്യ നമസ്കാരം ചെയ്യാം. ഈ ആഴ്ച നിങ്ങൾക്ക് പ്രധാനമായും ഓർക്കാനുള്ള ഒരു കാര്യം, വേഗത്തിൽ പ്രതികരിക്കേണ്ട സമയമല്ല, ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കേണ്ട സമയമാണ്. അങ്ങനെ ചെയ്താൽ ഈ ആഴ്ച നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് കരുതിയ ഒരു അവസരം പോലും വീണ്ടും കയ്യിലെത്താൻ സാധ്യത കാണുന്നു. ചിങ്ങൻ രാശിക്കാർക്ക് ഈ ആഴ്ച നല്ലത് മാത്രം സംഭവിക്കട്ടെ. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വാരഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ രാശിയും നക്ഷത്രവും കമൻറ്റിൽ എഴുതൂ. അടുത്ത വാരഫലത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.